അല്ല എത്ര പ്രാവശ്യം 3 അല്ലേ? എന്താടാ കറി 2 തവി. 2 തവി. ഓക്കെ ഓക്കെ ഓക്കെ. പച്ചവളം ഇട്ടില്ലല്ലോ? ഇല്ല. അളിയാ, അളിയനെ പൊതുവെ എപ്പോഴും ചപ്പാത്തി തന്നെ രാവിലെ കഴിക്കാറ്? രാവിലെ ചപ്പാത്തി മാത്രമൊന്നുമില്ല, കിട്ടുന്നതൊക്കെ കഴിക്കൂടാ. പിന്നെ ചപ്പാത്തി ആകുമ്പം ഒന്നുകൂടെ കംഫർട്ടബിളാ. എനിക്ക് ഈ ദോശ ചമ്മന്തി സാമ്പാറിനോട് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. ആര് കഴിച്ചിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ദോശ വേണോ മോനെ? ഓർഡർ ചെയ്യാം. വേണ്ട, പഴയ ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി കഴിച്ചു. ആ നീ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ഒരു ഫോണിൽ പോകുന്നില്ല. എന്താ നിനക്ക്? അളയാ, അളിയന് ഉച്ചക്ക് ഊണിന് എങ്ങനെയാണ്? ഊണിന് എങ്ങനെ കഴിക്കുമെന്ന്? മീൻ ലേശം ചോറും ഇച്ചിരി സാമ്പാറും ഇച്ചിരി അവിയലും പിന്നെ കൂട്ടത്തിൽ നോൺ വെജ് കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി. ഇല്ല, ഇച്ചിരി ഇച്ചിരി. ഇല്ല, ഇച്ചിരി ഇച്ചിരി. ബോഡി നോക്കണമല്ലോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കഴിക്കണം മക്കളെ. കഴിക്കാനേ കഴിക്കാം. എന്താ തുടരണോ നിനക്ക്? അതിനകത്ത് പൊക്കിത്തരണ? അല്ല കുഴപ്പമില്ല. പൊക്കിത്തരണ? കുഴപ്പമില്ല. എന്താടാ നിനക്ക്? ഷിയാബ്ക്കാ, ആ ഇല്ല, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തു പോകണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കാം. ഇക്കൊക്കെ എന്താ പരിപാടി? ആ എന്നിട്ട് വൈഫും കൊച്ചൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. അടിപൊളി. ഭക്ഷണമൊക്കെ കഴിച്ചാ? ഓ, ഇവിടെ ഒരുത്തരിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നും പറയണ്ട. ഒന്നുമില്ല, അളിയന്റെ ഓരോരോ വളിപ്പേ. എന്താടാ നിനക്ക്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയാ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരിക്കാ. അറിയണ എന്താടാ നിന്റെ കുഴപ്പം? ഒന്നുമില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നോ? എന്നിൽ നിന്നാ പഠിക്കണ്ടേ? എന്താ നിനക്ക് പഠിക്കണ്ടേ? എന്താ നിനക്ക് പഠിക്കണ്ടേ? ഞാൻ പഠിച്ചോളാം. എന്താ പഠിക്കണ്ടെന്ന് പറ. അല്ലേ, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് പഠിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വയ്യടാ നിനക്ക്? അയ്യ, ശരിയെന്നാ. ശരിയെന്നാ. അളിയാളെ ഞാൻ ചെയ്തില്ല. മതി. ഇനി കൂടുതലൊന്നും പറയണ്ട. രണ്ടെണ്ണത്തിന് കുരുത്തക്കേട് കൂടുതലാ. നിനക്കിട്ടേ 2 പെട തരണം. വരെ കിടന്നേ. അളെ ഞാൻ ചെയ്തില്ല. എന്തിനാ അങ്ങോട്ട് പോയേ? എന്തിനാ? ആരെ കാണാൻ? എന്നിട്ട് മക്കള് പൂച്ചയെ കണ്ടാ? എന്നാ കാണണ്ട, വാ. എന്തായിരുന്നു പ്ലീസ്. ഇനി ഒരു പ്ലേസും ഇല്ല, മര്യാദയ്ക്ക് കിടന്നു. അളയെന്നെ അടിക്കല്ലേ. എന്ത്? പൂച്ച കാണാൻ പോകുന്നത് കുറ്റമൊന്നും അല്ല, പക്ഷെ വീട്ടിലുള്ള ആൾക്കാരോട് ആരോടും പറയാതെ പുറത്തിറങ്ങുന്നത് കുറ്റമാണ്. ബാ. ഞാൻ നോക്കിയപ്പോഴേ
രണ്ടുപേരും കൂടെ പൂച്ചയെ കാണാൻ വേണ്ടി പാറമനോട് അങ്ങോട്ട് പോയേക്കുന്നു. ഞാനേ രണ്ടെണ്ണത്തിന് ഒന്ന് ഗുണദോഷിക്കട്ടെ നല്ലപോലെ. എഞ്ചാടി ഇങ്ങോട്ട് വാടി, ഗുണദോഷിക്കട്ടെ. വാടാ. അളിയൻ രണ്ടുപേരെയും ഗുണദോഷിക്കുന്ന കാണാനുള്ള ചാൻസ് ഇത് ഞാൻ കണ്ടു പഠിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ അത് ഞാൻ പ്രാവർത്തിയാക്കുകയും ചെയ്യും. അളിയാ ചിരിക്കണ്ട, നീയും ചിരിക്കണ്ട. ചിരിക്കണ്ട. കല്ലൂസ് ഇങ്ങോട്ട് മാറുന്നേ. ഇങ്ങനെ പാറൂസ് ഇങ്ങോട്ട് മാറില്ല. ഇങ്ങോട്ട് നിൽക്കാൻ. ഇങ്ങോട്ടേക്ക്. കല്ലൂസേ, ആരോട് ചോദിച്ചിട്ടാ വീടിന് പുറത്തേക്ക് ഇറങ്ങിയേ? പാറൂസേ, ആരോട് ചോദിച്ചിട്ടാ വീടിന്റെ പുറത്തിറങ്ങി? ഞങ്ങള് പൂച്ച കാണാൻ പോയതാ. ആ, ഒരു കറുത്ത പൂച്ച. കല്ലൂസേ, നിന്റെ അടുത്ത് നിന്റെ അമ്മ പറഞ്ഞിട്ടില്ലേ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന്? പാറൂസേ, നിന്റെ അടുത്ത് എന്റെ ചേച്ചി പറഞ്ഞിട്ടില്ലേ വീടിന്റെ പുറത്തിറങ്ങല്ലെന്ന്? മക്കളെടാ, വീടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മകളെടാ, വീടിന് പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എടാ, ഏതെങ്കിലും പിച്ചക്കാരനൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലല്ലോടാ. എടാ, ഏതെങ്കിലുമൊക്കെ പിച്ചക്കാരനൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലല്ലോടാ. എടാ കിഴങ്ങ, നിനക്ക് എന്താണ് പ്രശ്നം? എടാ, എന്താണ് അതിന്റെ പ്രശ്നം? ഞാൻ ഈ സ്റ്റഡി ക്ലാസ് നടത്തും. കുറെ നേരമായി കേട്ടോ നീ. ഞാൻ പറയുന്നത് എന്തിനു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്? സ്റ്റഡി ക്ലാസ്. സ്റ്റഡി ക്ലാസ്? എന്തോ സ്റ്റഡി ക്ലാസ്? ഇതാണ് സ്റ്റഡി ക്ലാസ്. എടാ, എന്താണ് അതിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? അളയെന്ത് പ്രശ്നം? അളയ എന്താ പറ? നീ ഇതാ സ്പൈ വർക്ക് വല്ലതും ചെയ്യുവാ? സ്പൈ വർക്കാ? ഞാൻ സ്പൈ വർക്ക് ആർക്കൊണ്ട് ചെയ്യേ? നീ സത്യം പറ. ഇല്ലടേ, ചുമ്മാ കുറെ നേരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആളെ കളിയാക്കോ നീ? ആ, കളികളായിട്ട് തോന്നണ്ട. പക്ഷെ കളികളല്ല. എന്താ സിദ്ധു? അളിയനെ ശല്യം ചെയ്തു. ഏതളിയനെ ശല്യം ചെയ്യുന്നു? ഈ അളിയനെ ശല്യം ചെയ്തു. എന്റെ പൊന്നമ്മൂമ്മ ലജൂസേ, ഇവൻ രാവിലെ മുതൽ തുടങ്ങിയതാ. എണീറ്റപ്പോ അവിടെ, പല്ല് തേക്കാൻ പോയപ്പോ അവിടെ, കഴിക്കാൻ വന്നപ്പോ അവിടെ, എന്ത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും എന്റെ കൂടെ തന്നെ. അതുപോലെ ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ. എന്താ എന്റെ കുഴപ്പം? എന്താണ് നിന്റെ പ്രശ്നം? സ്റ്റഡി ക്ലാസ്. എന്തോരം സ്റ്റഡി ക്ലാസ്? അളിയാ, അളിയന് ദേഷ്യം വരുന്നുണ്ടോ? പിന്നെ ദേഷ്യം വരാതെ ആളെ കളിയാക്കുന്ന പരിപാടി കളിച്ച ദേഷ്യം വരത്തില്ലേ? കളിയാക്കുന്നവരെ തോന്നുന്നുണ്ടോ? എന്താടാ തേങ്ങ? 2-3 ദിവസമായിട്ട് എവരെന്തോ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്ന അറിയോ? അളിയനെ കണ്ടുപടിയിടാ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് അളിയനെ കണ്ടങ്ങ് പഠിച്ചേക്കാന്ന്. അളിയനെ കണ്ടുപടിക്കാനാ? അത് വേറൊന്നുമല്ല സിദ്ധു. ഈ കഴുതെടുത്ത് എന്ത് പറഞ്ഞാലും കേൾക്കൂലല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ കോമൺ ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ് സിദ്ധു അളിയനെ കണ്ടു പഠിക്കാൻ. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ പോരെ? അല്ല, എന്നെ കണ്ടിട്ട് എന്തു പഠിക്കാനാ? അളിയന്റെ സംസാരം, പെരുമാറ്റം, പ്രവൃത്തി, വിനയം, അതെല്ലാം ചുരുക്കം പറഞ്ഞ അളിയനെ ഒപ്പിങ്ങെടുക്കാൻ. അല്ല, ഇതൊക്കെ നിനക്ക് സ്വന്തമായിട്ടില്ലേ? അയ്യോ, ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളൂലെന്ന് ഇവര് പറഞ്ഞല്ലേ. എന്തു അമ്മൂമ്മ ഇത്? ലച്ചൂസേ, നിങ്ങളൊക്കെ ഇത് ഏത് കാലഘട്ടത്താ ജീവിക്കണേ? അങ്ങനെ അങ്ങോട്ട് ചോയിര്. അല്ല, എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ക്യാരക്ടറും ബിഹേവിയറും ഡീസൻസിയും എല്ലാം ഉണ്ട്, വ്യക്തിത്വവും ഉണ്ട്. ഇത് ചുമ്മാ സ്കൂൾ മുതൽ കേൾക്കുന്നതാ. അവനെ കണ്ടുപിടിക്കും, ഇവനെ കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ മടുത്തു. എന്താണേലും ഇവനോട് പറഞ്ഞത് ഓക്കെ, കൊച്ചുങ്ങളോടെങ്കിലും ഒന്ന് പറയരുതേ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. അളിയാടാ, ഇനി ഇവര് പറയുന്ന വാക്കും കേട്ട് എന്റെ പുറകെ എങ്ങാനും നടന്ന എന്റെ തനി സ്വഭാവം നീ അറിയും കേട്ടാ? പറഞ്ഞിട്ട് പോയത് കേട്ടല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ അളിയനെ പോലെ ആവണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ അളിയൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയതിനകത്തുനിന്ന് നല്ല കാര്യങ്ങൾ എടുത്ത് ഒന്ന് പ്രവർത്തിക്കാൻ പഠിക്കണം. എന്തായാലും നിന്റെ അമ്മയെ പോലെ ആവില്ല എന്റെ പൊന്നു മോളെ.